Hello, good afternoon. Good afternoon. Okay, good afternoon once again. നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ക്ലാസ്സുകളിലെ കഴിഞ്ഞ ടീച്ചേഴ്സിലെ ക്ലാസ്സുകളൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഇതിന് കൂടുതൽ എപ്പോഴും ചോദിക്കുന്നതില്ല. ഓക്കെ, ഞാനിപ്പോ അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ ഐ വിൽ മ്യൂട്ട്. ഞാനിപ്പോ തന്നെ മ്യൂട്ട് ചെയ്യും. അത് കൂടുതലും ഇത്തരം ഡിസ്റ്റർബൻസുകൾ നമ്മുടെ സൗണ്ടുകളിൽ വരുന്നത് കൊണ്ടാണ്. വീണ്ടും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾ എനിക്ക് തോന്നുന്നത് അത് കേൾക്കാഞ്ഞിട്ടാണോ അതായത് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് അവരതിനകത്ത് എന്താ പറയാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പക്ഷെ അവരവരുടെ ഡിവൈസ് വെച്ചിട്ട് എവിടെയെങ്കിലും മാറിപ്പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. നമ്മളിവിടെ മ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി ഡിസ്കഷൻസ് എപ്പോഴും ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്നാണ് എനിക്കറിയാം. ഞാനും അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചില ആളുകൾ അത് കേൾക്കാനിട്ടാണോ എന്നറിയില്ല. വീണ്ടും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതിന്റെ ഇടയില് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇടയ്ക്ക് ആരോ അൺമ്യൂട്ട് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര സൗണ്ടുകൾ, മനസ്സിലായോ? അതുകൊണ്ട് അത്തരം സൗണ്ടുകൾ വരുന്നത് കൊണ്ട് നമ്മൾ വി ആർ ഫോഴ്സ്ഫുള്ളി മ്യൂട്ടിങ് ഓൾ. നമ്മൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിന്റെ എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചോദിക്കുമോ, അത് എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിക്കേണ്ട. എന്തെങ്കിലും ഇതിനിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കിട്ടോ, അവിടെ ആൻസേഴ്സ് അതിന്റെ ഇടയ്ക്ക് ടീച്ചേഴ്സ് മറുപടികളായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളൂ. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, കാരണം അറിയാലോ ഒരു വൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകും അത്. മാത്രമല്ല ഒന്നും നമുക്ക് നിങ്ങളോട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊന്നും ചോദിച്ച് നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളുടെ സൗണ്ടുകളിലൂടെ കേൾക്കാൻ പറ്റില്ല. അതിന് പകരം യു ക്യാൻ ടൈപ്പ് എനിത്തിങ്, അല്ലെങ്കിൽ യുവർ റിയാക്ഷൻസ് ക്യാൻ ബി സെൻഡ് ആസ് എ സൈൻ. എന്തെങ്കിലും ഒരു സൂചനയായിട്ട് ഞങ്ങൾക്ക് അതിന്റെ റിയാക്ഷൻസ് തന്നാലും മതി. ഓക്കെ, എന്റെ പേര് നിഷ. പിന്നെ നമ്മൾ എത്രാമത്തെ ക്ലാസ്സിലാണ് കയറിയിരിക്കണേ? നിഷ എന്നാണ് കേട്ടോ എന്റെ പേര്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Hospital departments are classified mainly into 3 medical departments, sporting department and administrative departments. Again, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ വീണ്ടും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് OPD, IPD എന്നീ വിഭാഗങ്ങളായിട്ട് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും IPD ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. വീണ്ടും സപ്പോർട്ടീവ് എന്ന് പറയുന്ന സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന OPD-നെയും IPD-നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ കണ്ടത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ പറയുന്ന ഓരോന്നിലും അവർ ചെയ്യുന്ന സേവനങ്ങൾക്കനുസൃതമായി അവര് വാട്ട് ആർ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഈച്ച്, ഓരോന്നും നൽകുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തെറാപ്യൂട്ടിക്കിലെ ഫാർമസിയും ഫിസിയോതെറാപ്പിയും അതുപോലെ ഡയബറ്റിക്സും വന്നത്. ജനറലില് നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാ വരുന്നത് പൊതുവായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻസ്, ഇൻ പേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ വന്നു കഴിയുമ്പോൾ അവർക്ക്
മറ്റ് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു പോകുന്ന ആ ഒരു ഡ്യൂറേഷനിൽ കിടന്നിട്ടാകാം, അല്ലെങ്കിൽ ഒറ്റ ഡേയുടെ കൺസൾട്ടേഷന് വേണ്ടി വന്നവരാകാം. ഏത് രീതിയിലായാലും അവര് വരുമ്പോ അവർക്ക് കിട്ടുന്ന ആ ട്രീറ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ ചില കാര്യങ്ങൾ കൂടി ഒരു ഹോസ്പിറ്റൽസിന് വേണ്ടി വരും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞ ജനറലില് CSST, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നത്. ആൻഡ് വീണ്ടും നമ്മൾ പറഞ്ഞു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ടു ഡയഗ്നോസിസ് ദ കോസ് ഓഫ് അവർ ഡിസീസ്, നമ്മുടെ രോഗത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ്, ഒരു ഡിവൈസ് ആണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. വൺ ഈസ് ലാബ്, ലബോറട്ടറി, ആൻഡ് അതർ ഈസ് റേഡിയോളജി. അങ്ങനെ രണ്ട് രീതിയിൽ ഏത് രീതിയിലാണോ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ ഇവർക്ക് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ രോഗിയുടെ അസുഖം എന്താണെന്ന് നിവാരണം ചെയ്തെടുക്കുന്ന രണ്ട് ഉപാധികളാണ് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്, വെറുതെ ജസ്റ്റ് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ IT വിഭാഗം means IT vibhagam who records all the details of the patients who are coming to the hospital and അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ ഓരോ പേഷ്യൻസിന്റെയും നമ്പർ അനുസരിച്ച് എന്താ പറയാ സേവ് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ആൻഡ് ആവശ്യമുള്ളപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇത് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ദേ ഷുഡ് ബി റെക്കോർഡ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇത്തരം റെക്കോർഡ്സ് പലപ്പോഴും പലർക്കും ഉപകാരപ്രദമായി വരും. അപ്പൊ അത്തരം എന്താ പറയാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള നമ്മളുടെ മെഡിക്കൽ റിസോഴ്സിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസും IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ 4 ക്ലാസിഫിക്കേഷൻസും അതിൽ ഓരോന്നിലും വരുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ആൻഡ് ദ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റലിലെ അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, which is the administration അല്ലെങ്കിൽ which manages, which controls 3 different areas. ഇവരെ പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള 3 മേഖലകളാണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ആണ്. ആൻഡ് അത് ഡൺ ബൈ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് ചെയ്യുന്നത് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് they have to make sure അവർ പല കാര്യങ്ങളും ഉറപ്പുവരുത്തണം. that the hospital is functioning as well, അല്ലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ഗുഡ് ക്വാളിറ്റി സർവീസസ്, അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എന്താ പറയാ സേവനമാണ് കിട്ടുന്നത്. പേഷ്യൻസിനോട് അവിടുത്തെ സ്റ്റാഫും അതുപോലെ മറ്റുള്ളവരും ഒക്കെ അവരെ സംതൃപ്തരാകുന്ന രീതിയിൽ ഹോസ്പിറ്റൽസിലെ വരുന്ന പേഷ്യൻസിനെയൊക്കെ പരമാവധി സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ഹോൾ മൊത്തത്തിലും ഒരു ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അതിനെയൊക്കെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തിട്ട് മേക്ക് ഷുവർ ചെയ്യുക. അതാണ് എൻഷുർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അതിനേതെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തി ടോപ്പ് മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് എത്തിച്ച്, അല്ലെ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ആരും തന്നെ പെർഫെക്റ്റ് അല്ല, എവിടെയെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം എന്താ പറയാ ലിമിറ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള എന്തെങ്കിലും ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുള്ള അവരുടെ ഡ്യൂട്ടി. ആ ഒരു വിഭാഗമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം, മാനേജ്മെന്റ്, കൺട്രോൾ, ഇതൊക്കെയാണ്. ആസ് എ ഹോൾ ആണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല, മൊത്തത്തിലും ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ആണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. And the second one which comes under administration is finance. Finance is the main part to be handled very carefully, അല്ലെ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷന്റെയും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. കാരണം പണം എന്ന് പറയുന്നത് എന്താ പറയാ നമ്മള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് പല രീതിയിലും പല രീതിയിലുള്ള എന്താ പറയാ ചീറ്റിങ്ങിൽ വരാൻ സാധ്യതകളുണ്ട്. നമ്മളെ കുറിച്ച് പലതും എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അതെന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് നടത്തിയതായിട്ടൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇതിനെ കുറിച്ചുള്ള നല്ല
ക്ലിയർ കട്ട് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഷുഡ് ബി കെപ്റ്റ്. സോ ദിസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ്. ഏതൊക്കെ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് വരുമാനം വരുന്നുണ്ട് നമുക്കറിയാം. ദ മെയിൻ ഇൻകം ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പേഷ്യൻസ് ദോസ് ഹു ആർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. അല്ലെ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ നിന്നും ഉണ്ടാക്കുന്ന കാശ് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെയും പല ഇൻകംസും കിട്ടുന്നുണ്ട് പല രീതിയിലും. അല്ലെ, ചില ആളുകൾ ഡൊണേഷൻസ് ആയിട്ട്, നമ്മുടെ പരിസരത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ പുതിയ പുതിയ ഡെവലപ്മെന്റ് ടെക്നോളജി ഒക്കെ പുതിയത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യണം, അതിനൊക്കെ കാശ് വേണം. പക്ഷേ ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് മേക്കിംഗ് സച്ച് ഡെവലപ്മെന്റ് വിത്ത് ദെയർ ഓൺ മണി. അവരുടെ കയ്യിൽ അതിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ല. സോ ദാറ്റ് നമ്മുടെ പരിസരത്ത് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡെവലപ്മെന്റ്, ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, അത് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഉപകാരപ്പെടുത്താൻ ഇനി നമ്മൾ പുറത്തൊന്നും എവിടെയെങ്കിലും പോകണ്ട, നമ്മുടെ അടുത്ത് നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ അടുത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ വേഗം അങ്ങോട്ട് എത്തിക്കാം. അല്ലെ, നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് ഒത്തിരി ദൂരെയൊക്കെ പോയി ആ ഒരു സേവനം തേടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരിസരവാസികളിൽ നല്ല ദയാശീലമുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം നല്ലതാണ്, നമ്മുടെ നാടിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്, ഒരു വികസനത്തിന്റെ ഒരു ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ ഡൊണേറ്റ് എമൗണ്ട് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പ്രോജക്ട്. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡൊണേഷൻസ് കിട്ടും, അതും ഇൻകം ആണ്. ബട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹോസ്പിറ്റൽസിൽ വരുമാന മാർഗങ്ങളുണ്ട്. ഇനി പേഷ്യൻസ് കയ്യിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്നത് കൂടാതെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരല്ല പേയ്മെന്റ് തരാം. അപ്പൊ ഞാൻ എനിക്ക് ഹെൽത്ത് മെഡിക്ലെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടന്നു, ചികിത്സിച്ചു, ഇത്രയും ദിവസം കഴിയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന എന്റെ ചെലവുകളൊക്കെ ഐ എം നോട്ട് മീറ്റിംഗ് ഇറ്റ് ആൻഡ് ഐ ഹാവ് എ മെഡിക്ലെയിം. എനിക്കത് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല, എനിക്ക് മെഡിക്ലെയിം ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു എന്താ പറയാ, ഞാനത് അവരുമായിട്ട്, അതായത് നമ്മുടെ ഇൻഷുറൻസ് പാർട്ടിയുമായിട്ട് നമ്മളത് ബന്ധപ്പെടും, നമ്മൾ അതിനെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ കാര്യം, ആൻഡ് ദേ ഹാവ് ടു പേ ദ ബിൽ. അവരായിരിക്കും നമ്മളുടെ ആ ക്യാഷ് ട്രാൻസാക്ഷൻ എന്താ പറയാ തീർത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എമൗണ്ട് പേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏത് രീതിയിലായാലും ഹോസ്പിറ്റലില് ക്യാഷിന്റെ ഡീലിങ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ പേയ്മെന്റുകളും ഉണ്ട്. ഒരുപാട് മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന, പുതിയ പുതിയ മെഷീനറീസ് ചിലപ്പോൾ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കേണ്ടി വരും, അവിടെയുള്ള എന്താ പറയാ സ്റ്റാഫ്സിനൊക്കെ സാലറി കൊടുക്കേണ്ടി വരും, വർക്കിംഗ് വിഭാഗത്തിൽപ്പെട്ട എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും. അങ്ങനെ ലോട്ട് ഓഫ് പേയ്മെന്റ്സ് ഓൾസോ. അപ്പൊ റെസിപ്റ്റും പേയ്മെന്റും ഒക്കെ ഉണ്ടാകും, ഒരു വരുമാനവും അതുപോലെ ചെലവുകളും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം ഷുഡ് ബി കെപ്റ്റ് വളരെ എന്താ പറയാ നല്ല രീതിയിൽ അത് ഡിസ്ക്ലോസ് ചെയ്ത് മാനേജ് ചെയ്ത് കീപ്പ് ചെയ്യണം. റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് ഈ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. അതും ഒരു ഫിനാൻസിന്റെ മാനേജ്മെന്റ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഫിനാൻസ് മാത്രമാണ് ആദ്യം പറഞ്ഞ എന്താ, ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ആണ് മാനേജ്മെന്റ് കേട്ടോ, മറക്കരുത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ എല്ലാവരും അവരവരുടെ ജോലികൾ കൃത്യമായും വ്യക്തമായും ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുകയാണ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം. എങ്കിൽ രണ്ടാമത്തേത് ഫിനാൻസിനെ മാത്രം, അവരുടെ മാത്രം ആ ഒരു ഏരിയ മാത്രം അവർ നോക്കിയാൽ മതി, ആ ഒരു കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏതൊരു സംരംഭം എടുത്താലും മനുഷ്യ വിഭവം, മാൻ പവർ എന്ന് പറയുന്നത് വി കനോട്ട് അവോയ്ഡ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എത്ര ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞാലും എന്താ പറയാ എല്ലാ ഓർഗനൈസേഷനിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കമ്പോണന്റ് ആണ് ഹ്യൂമൻ എന്ന് പറയുന്നത്, മനുഷ്യനെ കൂടാതെ ഒഴിച്ചു നിർത്തിയിട്ട് എല്ലാം നമുക്ക് മെഷീൻസിന്റെ സഹായത്തോടെ മാത്രം ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് എന്തായാലും വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സച്ച് ഈ ഹോസ്പിറ്റൽ പോലെയുള്ള സച്ച് എ ബിഗ് ഓർഗനൈസേഷൻ, ഒരു വലിയ സംരംഭമാണ്, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഇറ്റ്സ് ഓൺ എംപ്ലോയീസ്, സ്റ്റാഫ്സ്, വർക്കേഴ്സ് ഒക്കെ അല്ല. എല്ലായിടത്തും ഓരോ രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകളുണ്ട്, ജോലിക്കാരുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇത്രയും ഒരു ഏകദേശം ഒരു എന്താ പറയാ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് ഒരു 100-200 അല്ലെങ്കിൽ 300 സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കൂടി എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഹ്യൂമൻ പവർ എന്ന് പറയുന്നത്, മനുഷ്യ വിഭവം എന്ന് പറയുന്നത്. അപ്പൊ ആ അത്രയും ഹ്യൂമൻ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്ഡ് പ്രോപ്പർലി, അതിനെയും മാനേജ് ചെയ്യണം. കാരണം മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു വലിയ ടാസ്ക് തന്നെയാണ് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ വീടുകളിലും നമ്മുടെ വീടുകളിൽ എത്ര മനുഷ്യന്മാരുണ്ടാകെ?
വിരലില്ല ഉണ്ടാവുന്ന മനുഷ്യന്മാരൊക്കെ ഉള്ളൂ അല്ലെ, 5 പേരോ 4 പേരോ 2 പേരൊക്കെ. സി ഹൗ ആർ വി മാനേജിങ് ദം, നമ്മൾ എങ്ങനെ അവരെയൊക്കെ മാനേജ് ചെയ്യുന്നു അല്ലെ, അവരുടെയൊക്കെ ആ ഒരു രീതിക്ക് അനുസരിച്ച് നിൽക്കണം. അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും അവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അവരെ ജോലിക്ക് വിടുന്ന കാര്യത്തിലായാലും എല്ലാവരും നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. വീട്ടമ്മമാരാണ് സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. കുട്ടികളെ മാനേജ് ചെയ്യണം, മുതിർന്നവരെ മാനേജ് ചെയ്യണം, നമുക്കൊപ്പമുള്ളവരെ പാർട്ട്നേഴ്സിനെ മാനേജ് ചെയ്യണം. ഇത് തന്നെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയുമ്പോൾ മനുഷ്യന് ഒരു സ്വസ്ഥതയില്ല. നമ്മൾ എനിക്ക് എന്താ പറയാ, ഇത് നിങ്ങളെയൊക്കെ നോക്കി നിങ്ങളുടെയൊക്കെ താളത്തിനൊക്കെ തുള്ളി ഒക്കെ ഞാൻ എന്റെ പോലും കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചായിരുന്നു അല്ലെ. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു മാനേജ് അവർ ഹൗസ് അല്ലെ, നമ്മുടെ ഹോം എന്ന് പറയാം. നമ്മുടെ വീടിനെ നമ്മൾ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. സോ യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഹൗ ക്യാൻ വി മാനേജ് ദ ഹ്യൂമൻ പവർ ഈസ് വർക്കിംഗ് ഇൻ സച്ച് എ ബിഗ് ഓർഗനൈസേഷൻ ആസ് എ ഹോസ്പിറ്റൽ. അപ്പൊ നോക്കുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള ഇത്രയും വലിയൊരു സംരംഭത്തിലെ ഒരുപാട് എന്താ പറയാ ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവിടെ മുഴുവൻ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിൽ നിന്ന് വരുന്ന എല്ലാവരും ഒരേ എന്താ പറയാ മനോഭാവത്തോടെ വരുന്നവരല്ല. എല്ലാവർക്കും ഒരുപാട് മനസ്സിൽ ഒത്തിരി എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാകാം, ഐഡിയാസ് ആകാം, ടെൻഷൻസ് ആകാം, ഒത്തിരി ഡിഫറെന്റ് വികാരങ്ങളോട് ഡിഫറെന്റ് ഫീലിങ്സോട് കൂടിയാണ് പലരും ഈ പറയുന്ന ജോലിക്കായിട്ട് പല സ്ഥാപനങ്ങളിൽ ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ മാത്രമുള്ള കാര്യമല്ല, എല്ലാ ജോലി സ്ഥാപനത്തിലും നമ്മൾ ഇവിടെ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരേ ടൈപ്പിൽ അല്ല ഓരോ ദിവസവും വരിക, ഓരോ സമയം അനുസരിച്ച് അവർ സ്വിങ്സ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഈ സ്വഭാവ സവിശേഷതകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സ് ഉള്ള മനുഷ്യന്മാര്, ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ അവിടെയൊക്കെ മാനേജ്മെന്റ് വളരെ നന്നായി ആവശ്യം വേണ്ടതാണ്. ഇവരൊക്കെ കൃത്യമായിട്ട് അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്ന ജോലിയിൽ വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, വെദർ ദേ ആർ ഹാപ്പി ഓർ നോട്ട്. നിങ്ങളോട് ചോദിക്കാറുണ്ട് ക്ലാസ്സുകളൊക്കെ ഹാപ്പി ആണോ അല്ലെ, സന്തുഷ്ടരാണോ? നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് റിയാക്ഷൻ തരും. നിങ്ങളുടെ ക്ലാസ്സസ് ഇഫ് ദേ ആർ നോട്ട് ഓക്കെ, നിങ്ങൾ കിട്ടുന്ന ക്ലാസ്സസ് എല്ലാം തന്നെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വിൽ റൈസ് എ കംപ്ലൈന്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആ ടീച്ചറെ എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയും നിങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, ഇല്ല എവരിതിങ് ഈസ് ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്, വി ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കും. സോ ഹിയർ ഇൻ ദിസ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഈ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇന്ന് പല സ്ഥലങ്ങളിലും ഈ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ചും പഠിക്കാനുള്ള കോഴ്സസ് ഉണ്ട്. HRM എന്നാണ് നമ്മൾ വിളിക്കുക, HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് അവരുടെ ഫീലിങ്സിനൊപ്പം നിന്ന് അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു തീർക്കാൻ, ആൻഡ് ഓൾസോ ടു ഇൻക്രീസ് ദ പേഴ്സണൽ ഡെവലപ്മെന്റ്, വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ അവരെയൊക്കെ പ്രാപ്തരാക്കുക, എഫിഷ്യന്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒക്കെ ഒരു മാനേജിങ് സിസ്റ്റം, അതാണ് HRM എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളൊക്കെ അതെ ഇപ്പൊ ടീച്ചർമാരൊക്കെ ഓരോ ജോലി അലോട്ട് ചെയ്ത് കൊടുത്തു, അവരവരുടെ ക്ലാസ്സിൽ കയറിയിട്ട് അവർ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. സോ യു വിൽ ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം യു. അപ്പൊ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ നമ്മൾ പറയും ഓക്കെ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എന്നാണ് അല്ലെ. അപ്പൊ എല്ലാം നമ്മൾ തരുമ്പോ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് ചില എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ നമ്മളത് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കണം. ദാറ്റ് മീൻസ് എല്ലാവരും ഒരുപോലെയല്ല വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു രീതിയിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ എന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പൊ they can change their way of teaching. പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ തന്നെ പറഞ്ഞു നോ മെൻ ടു മെൻ ആർ ലൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2 വ്യക്തികളെ നമ്മൾ മുമ്പിൽ വെച്ചാലില്ലേ, എന്റെ പോലെ തന്നെ അതേ കാര്യങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ചെയ്യുന്ന വേറൊരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തരും, എന്റെ മാത്രം കാര്യമല്ല പറഞ്ഞേ, നിങ്ങളിൽ ഓരോരുത്തരും. ഇപ്പൊ കുറെ ആളുകൾ ഇവിടെ ഈ ക്ലാസ്സുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഒരാളെ ഞാൻ എടുത്തു, അതേ എന്താ പറയാ അഭിപ്രായമോ അതേ ഐഡിയാസോ അതേ ഒപ്പീനിയനോ അതേ ഫീലിങ്സോ ഒന്നും ആയിരിക്കില്ല മറ്റൊരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഉണ്ടാകുക.
അല്ലെ? നമ്മളുടെ സ്വന്തം മക്കൾക്ക് പോലും അത്രയും എല്ലാം ഉണ്ടാവില്ല. സിമിലാരിറ്റീസിനേക്കാൾ കൂടുതൽ ഡിസിമിലാരിറ്റീസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകാം, വ്യത്യസ്തതകളായിരിക്കും കൂടാ, സാമ്യങ്ങൾ ചിലതിലുണ്ടാകാം, പക്ഷെ മിക്കതും സാമ്യമില്ലായ്മയായിരിക്കും കാണിക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് പേഴ്സണൽ ഗ്രോത്ത്, സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പി വർക്കിംഗ് കണ്ടീഷൻസും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. ഫിനാൻസ് മാത്രം കൺട്രോൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ മാത്രം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് സപ്പോർട്ടും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട വിഭാഗമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? Is it clear? React ചെയ്യൂ. റിയാക്ഷൻ ഇപ്പുറത്തുണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് പേജിൽ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓരോ ക്ലാസിഫിക്കേഷനും അതിൻ്റെതായ രീതിയിൽ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടേബിളിൽ നിന്ന് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്ന കാര്യങ്ങളാണ്. ഇനിയൊക്കെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേറെയും ഓരോ ചാപ്റ്ററിലും ചില ചാപ്റ്ററിലൊക്കെ നമുക്ക് വേണ്ടി എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പേജ്. അടുത്ത പേജിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ തരംതിരിച്ചു എന്ന് പറഞ്ഞു. ആൻഡ് ഇതിനകത്തുനിന്ന് നമ്മൾ വീണ്ടും എടുക്കുകയാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതിനെടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരികയെന്ന്. നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു OPD ആൻഡ് IPD, അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എന്ന് 2 രീതിയിൽ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദീസ് 2 ഡിപ്പാർട്ട്മെന്റ്സ്. ഈ പറയുന്ന OPD എന്ന് പറയുന്നതും IPD എന്ന് പറയുന്നതുമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ വരുന്ന ഇൻ പേഷ്യൻസ് ആയിട്ടുള്ള അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എന്താണ്, അതുപോലെ തന്നെ OP വിഭാഗത്തിൽ വന്നു പോകുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എന്താണ്, നമുക്ക് തരംതിരിച്ച് പഠിക്കാം. Okay, so let's see first inpatient department, the services which is provided by the inpatient department. Inpatient department provide ചെയ്യുന്ന സേവനങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇൻപേഷ്യൻസിന് ഇത്രയും സേവനങ്ങൾ മാത്രം കിട്ടിയാൽ മതിയോന്ന്. അതിനേക്കാൾ കൂടുതൽ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടാകാമായിരിക്കാം ചില ഹോസ്പിറ്റൽസിൽ, എല്ലായിടത്തും അല്ലെ. പക്ഷെ in common, general ആയിട്ട് what all services are provided for the inpatients. Inpatient ആയിട്ടുള്ള രോഗികൾക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭ്യമാകും ഒരു ഹോസ്പിറ്റലിൽ, സാധാ ഒരു കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കിട്ടുന്ന സേവനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഏതാണ് പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, intensive care units, operation theatre, labor rooms and maternity wards. ഇതാണ് അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ വേണ്ട ഇൻപേഷ്യന്റിന് കിട്ടേണ്ട സൗകര്യങ്ങളിൽ ചിലത്. ഓക്കെ, ഏതൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്. Inpatients or the admitted patients are asking for rooms. They have to be provided. ഇപ്പൊ ഒരു പേഷ്യന്റിന്, ഞാനിപ്പോ ഒരു രോഗവുമായിട്ട് ചെന്നു ഹോസ്പിറ്റലില്. അപ്പൊ ഹോസ്പിറ്റലിൽ പറഞ്ഞു അപ്പൊ എനിക്ക് ഇത്തിരി ഭയങ്കര രോഗമാണ്, അപ്പൊ അതുകൊണ്ട് 2 ദിവസത്തേക്ക് കിടന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിച്ചിട്ടൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അറ്റ് പ്രസന്റ് ഞങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളും തോന്നുന്നില്ല, പക്ഷെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് 2 ദിവസത്തെ മരുന്നുകളോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങുകളോ ഒക്കെ നടത്തിയാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കിടത്താൻ പോവാണെന്ന് വിചാരിക്കാം. ഇൻപേഷ്യന്റ് അഡ്മിറ്റ് എന്ന് പറഞ്ഞ അവര് പേഷ്യൻസിന്റെ ആ ഒരു ചാർട്ടിൽ അവര് നഴ്സിന് ഹാൻഡ് ഓവർ എഴുതിയിട്ട്, അപ്പോ ബിഫോർ അഡ്മിറ്റിങ്, അപ്പൊ നമ്മൾ ആ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അതായത് റൂംസ് തന്നെ വേണം എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കാം. എനിക്ക് റൂം തന്നെ വേണം, വാർഡ്സ് ഒന്നും നമുക്ക് അവൈലബിൾ പറ്റില്ല, നമുക്ക് കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവിടെ അത് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. അല്ല റൂംസും ഇല്ല, വാർഡും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് പിടിച്ച് പേഷ്യൻസിന്റെ അവിടെ കിടത്താൻ അവർ സൗകര്യപ്പെടില്ല, വരാന്തയിലൊക്കെ കിടന്നാൽ മതിയോ? ഇല്ല.
അല്ലെ? അപ്പൊ സാധാരണ ഒരു ഹോസ്പിറ്റൽസിൽ ഇതുപോലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി സ്ട്രിക്ട്ലി പ്രൊവൈഡഡ് പേഷ്യന്റ് വാർഡ്സ് ഓർ റൂംസ്, പേഷ്യന്റ് വാർഡോ റൂമോ. പക്ഷെ ചില പേഷ്യൻസ് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും ഞങ്ങൾക്ക് റൂംസ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ബി ഡിസ്ക്ലോസ്ഡ്. അത് അവരെ അറിയിക്കണം, അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം, ഞങ്ങൾക്ക് റൂംസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്ത് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തോളാം, ഞങ്ങൾ പോയിക്കോളാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം. അതൊക്കെ അത് അവരുടെ സൗകര്യം അനുസരിച്ച്. അല്ലാതെ ഇൻപേഷ്യന്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് നോക്കണം, അവിടെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അഡക്വേറ്റ് ഉള്ള പ്ലേസ് ഉണ്ടോ, സ്ഥലം ഉണ്ടോ, അവർക്ക് അത് ബെഡ് ഒഴിഞ്ഞിട്ടുണ്ടോ, ആളെ കിടക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് കൂടിയൊക്കെ വേണം. അത് അവർക്കറിയാലോ, അവരുടെ ആളുകളിൽ നിന്നും അവർക്ക് മനസ്സിലാകും, സ്റ്റാഫിനെ വിളിച്ചൊക്കെ ചോദിച്ചാൽ മതി. വട്ടവർ ഇറ്റ് മേ ബി. അപ്പൊ റൂംസ് വാർഡ്സ് ഒക്കെ ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട സൗകര്യങ്ങളിൽ രണ്ടെണ്ണമാണ്. വാർഡാകാം, റൂമാകാം. വാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഒരു എന്താ പറയാ വലിയ റൂമായിരിക്കും, അതിനകത്ത് ഡിഫറെന്റ് കോട്സ് എന്താ പറയാ കട്ടിലുകൾ ഇട്ടുണ്ടായിരിക്കും, എല്ലാം കൂടി അടുപ്പിച്ചിട്ടേക്ക് ആയിരിക്കില്ല. ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി പ്ലേസസ് ഫോർ ദ ഡോക്ടേഴ്സ് ടു വാക്ക് ഇൻ ആൻഡ് ഔട്ട് ഫോർ ദർ ചെക്കപ്പ്. അല്ലെ? ചെക്കപ്പിന് വേണ്ടി ഡോക്ടേഴ്സിന് വന്ന് പോയി ഓരോ പേഷ്യൻസിന്റെ അടുത്തൊക്കെ പോയിട്ട് റൗണ്ട്സിനൊക്കെ വരുമ്പോ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കിടത്തിയേക്കുന്ന പേഷ്യൻസിന് വൺസ് തന്നെ ഡേ അവർ വന്ന് നോക്കുമല്ലോ, കാലത്ത് തന്നെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ട്, മാറ്റങ്ങളുണ്ടോ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അപ്പോഴാണ് നമുക്ക് അറിയാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ സാർ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്നത് അപ്പോഴാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി പോകാനുള്ള സ്ഥലമൊക്കെ വഴിയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറെ കട്ടിലുകൾ നിർത്തിയിട്ടിരിക്കുന്ന ആ വലിയ ലോങ് റൂമാണ് എന്ത് പേഷ്യന്റ് വാർഡ് എന്ന് പറയുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് വാർഡും ആകാം. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് വാർഡ് വേണം അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരെ കിടക്കാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത ഒരു സർവീസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദ ഇൻപേഷ്യൻസ് ഈസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് തീവ്ര പരിചരണ വിഭാഗമാണ്. അതായത് some patients, those who are admitted in the hospital may go, their health may go ബാഡ് കണ്ടീഷൻ. അല്ലെ? ചില സമയത്ത് അവിടെ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ ആരോഗ്യസ്ഥിതി ചിലപ്പോഴൊക്കെ മോശമാകാൻ സാധ്യതകളുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന അവർക്ക് പെട്ടെന്ന് അപ്പൊ കുറച്ച് കൂടുതൽ കെയർ ഒക്കെ കൊടുക്കണം. അല്ലെങ്കിൽ എമർജൻസിന്ന് നാഷണാലിറ്റിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നേക്കണം പേഷ്യൻസിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ചിലപ്പോൾ അവിടെ കുറച്ച് ദിവസം കിടത്തിയിട്ടായിരിക്കാം പിന്നെ റൂംസിലേക്കോ വാർഡ്സിലേക്കോ ഒക്കെ മാറ്റാം. അപ്പൊ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് വരുന്നവരെ നേരിട്ട് കൊണ്ടുവരുന്നവരല്ല. ഈ പറഞ്ഞ പോലെ എമർജൻസിയിൽ വന്നു, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു, ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ഷിഫ്റ്റഡ് ഐദർ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ ഓർ ടു ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, whatever it may be. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് അവരെ മാറ്റും. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റും ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ടതാണ്. അത് നമ്മുടെ ഇൻപേഷ്യൻസിന് കിട്ടേണ്ട സേവനങ്ങളിൽ ഒന്നാണ്. ദ നെക്സ്റ്റ് വൺ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ എന്തിനാണ്? ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ളത്. അതും വേണ്ടേ? ഇപ്പൊ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് എന്തെങ്കിലും സ്ഥിതി മോശമായി, ചില ഭാഗങ്ങൾ ചിലത്ത് എന്താ പറയാ പെട്ടെന്ന് ഓപ്പറേഷൻസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടുന്ന് അയ്യോ ഇവിടെ ഓപ്പറേഷൻ അവിടെ ചെയ്യില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, അതുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാം. പെട്ടെന്ന് എന്താ പറയുക ഷിഫ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാം രോഗിക്ക്, അല്ലെ? പേഷ്യൻസിന്. അപ്പൊ അത്തരം അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആർ ഓൾസോ ഷുഡ് ബി അവൈലബിൾ, അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ലേബർ റൂംസ് ആണ്. അത് നമുക്കറിയാം ഡെലിവറിക്കായിട്ട് വരുന്ന പേഷ്യൻസ് ലേഡീസിനൊക്കെ വേണ്ടിയിട്ടാണ് അവരുടെ ചെക്കപ്പുകളും പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ലേബർ റൂമുകൾ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ അത്തരം മറ്റ് സർജിക്കൽ റൂംസ് അല്ലെങ്കിൽ സർജറി ഓപ്പറേഷൻ തിയേറ്റേഴ്സുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഇതാണ് സൗകര്യം, ലേബർ റൂംസ്. അത് സ്ത്രീകൾക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു പ്രൈവസി കിട്ടുകയും ചെയ്യും. അവർക്ക് ആ രീതിയിൽ അവരെ പരിശോധനയ്ക്ക് മറ്റൊക്കെ വിധേയമാക്കാനായിട്ട് അത്തരം റൂമുകൾ അവൈലബിൾ ആകണം എന്നുള്ളതാണ് മറ്റൊരു പേഷ്യൻസിന് കിട്ടേണ്ട സൗകര്യങ്ങൾ. എല്ലാം കൂടി എല്ലാവർക്കും നിർബന്ധമായി കൊടുക്കണമെന്നല്ല കേട്ടാ, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ എന്നാണ്. പിന്നെ എന്താണ്? മെറ്റേണിറ്റി വാർഡ് ഉണ്ട്. മെറ്റേണിറ്റി വാർഡ് എന്താ? ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് അഗെയിൻ ദ മദർ ഷുഡ് നീഡ് സം പ്രൈവസി ഫോർ ദ ഫീഡിംഗ് പർപ്പസ്. അല്ലെ? അതായത് കുഞ്ഞിന് പാല് കൊടുക്കാനും മറ്റുമൊക്കെ അവർക്ക് കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട്. അപ്പൊ അത്തരം ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ, അല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ റൂമൊക്കെ ചോദിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. കാശുള്ളവർക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതർവൈസ് മെറ്റേണിറ്റി വാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പ്രസവം കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മളോട് ഓടി കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പൊക്കോളാൻ പറയില്ല, അല്ലെ? അപ്പൊ
അവരെന്ത് ചെയ്യും, അവർക്ക് 1-2 ദിവസം ചിലപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കി സ്റ്റേബിൾ ആക്കണം എല്ലാ കാര്യങ്ങളും, എന്നിട്ടാണ് വിട്ടുള്ളൂ. കുട്ടിക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് കുട്ടികളുടെ ഡോക്ടർ വന്ന് പരിശോധിച്ച് എവറിഥിങ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസത്തിനുള്ളിലൊക്കെ ലീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 2 ദിവസത്തേക്കൊക്കെ വേണമെങ്കിൽ മാറ്റേണ്ടി വരും. സോ ദീസ് പേഷ്യൻസ് വിൽ ബി ഷിഫ്റ്റഡ് ടു മെറ്റേണിറ്റി വാർഡ്സ്. അപ്പൊ അവർക്ക് സൗകര്യപ്രദമായിട്ട് കുട്ടികൾക്ക് പാൽ കൊടുക്കാനൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പലരും വന്ന് ഇങ്ങനെ കുന്നുകൂടി നിൽക്കുക, പുരുഷന്മാരൊക്കെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രൈവസിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാർഡാണ് മെറ്റേണിറ്റി വാർഡ്. മറ്റേ വാർഡ് സാധാ പേഷ്യൻസിനുള്ളതാണ്. മെറ്റേണിറ്റി വാർഡ് പ്രസവം കഴിഞ്ഞിട്ടുള്ളവരെ കൊണ്ടുപോകുന്ന വാർഡാണ്. അപ്പൊ ദീസ് ആർ ദ സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, സേവനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എന്ന് വേഗം പറയും. Clear ആണ്? Yes. So now let's move to the next department. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ബേസിസിൽ OPD ന്നും IPD ന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. IPD ദാറ്റ് മീൻസ് ഇൻപേഷ്യൻസിന് എന്തൊക്കെ സേവനങ്ങൾ സർവീസസ് ആണ് IP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോ കണ്ടത്. ആൻഡ് ഇൻ ദ സെയിം വേ അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റിനും ഷുഡ് ബി എന്താ പറയാ, സം സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ് അല്ലെ, അവർക്കും ചില സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്തൊക്കെയാണെന്നാണ്. ഇതിനകത്ത് പെടാത്തതും നമുക്ക് താഴെ പഠിക്കാനും കേട്ടോ. ഇതിനകത്ത് ഒരു 13 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞ്. അത് കൂടാതെ അതിനേക്കാൾ കൂടുതൽ താഴെയുള്ള എക്സ്പ്ലനേഷൻസിലും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയരുത് എന്താ പറയാ, അയ്യോ ഇത് മാത്രമല്ലല്ലോ ഇനിയും ഉണ്ടല്ലോ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകൾ, അതിടയ്ക്ക് ഇവിടെ താഴെ പറയുന്നുണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോമൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ അതിനകത്ത് ഒരു 13 മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും കൊടുക്കുന്ന സർവീസസ് ആണ് എന്ത് നമ്മളുടെ പറയുന്നത്, കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ENT, ജെറിയാട്രിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്റ്റട്രിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഓങ്കോളജി ആൻഡ് ഒഫ്താൽമോളജി. ഇത്രയും 13 തരം ഡിപ്പാർട്ട്മെന്റുകൾ സർവീസസ് ആണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നൗ ലെറ്റ്സ് സീ ഈച്ച് ആൻഡ് എവരി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. കാഷ്വാലിറ്റി ഇസ് ദ ഫസ്റ്റ് വൺ. ഒന്നാമത്തേത് ഏതാ? കാഷ്വാലിറ്റി ആണ്. എന്താണ് കാഷ്വാലിറ്റി? കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലെ. എവിടെയാണ് കാഷ്വാലിറ്റി? ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഏതെങ്കിലും മുക്കിലും മൂലയിലും കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമല്ല കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഏകദേശം ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു എന്താ പറയാ ഫ്രണ്ടേജും മറ്റു കാര്യങ്ങളും അതിന്റെ ആ ഒരു പൊസിഷനിങ്ങിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഇന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യണം ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാഷ്വാലിറ്റി. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം. ഏതെങ്കിലും ഒളിച്ചു പാത്രം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കൊണ്ടുവരേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. The patients who are brought in to the hospital in an emergency situation, emergency conditions such as accidents, heart attacks, poisonous ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്ന് ചികിത്സ കൊടുത്ത് പെട്ടെന്ന് അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം കൊണ്ടുപോയി ഏതെങ്കിലും അറ്റത്തോ മൂലയ്ക്കോ വണ്ടിയൊക്കെ കയറി ആംബുലൻസ് ഒക്കെ കയറി പോകാൻ പറ്റാത്ത വഴിയിലോ കൊണ്ടുവയ്ക്കോ? ഇല്ല. അത് നാച്ചുറലി ഇങ്ങനെയായിരിക്കും. മിക്കവാറും നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഫ്രണ്ടിൽ തന്നെയായിരിക്കാം. അത് ഒറ്റയടിക്ക് പെട്ടെന്ന് എന്താ പറയാ ആംബുലൻസിലായിരിക്കും ഇത്തരം വിഭാഗങ്ങളിലേക്ക് മിക്കവാറും പേഷ്യൻസിനെ കൊണ്ടുവരാം. വഴിയിൽ എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റി അവിടെ കിടക്കുന്നു, പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്കാണ് നമ്മൾ വിളിക്കുക. അത് ഏത് ഹോസ്പിറ്റലിലേക്കൊന്നുമില്ല, ആംബുലൻസിലേക്ക് വിളിച്ചാൽ നിയറസ്റ്റ് ആംബുലൻസ് എവിടെ അവൈലബിൾ ആണോ അവരിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടുകയും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ആ വണ്ടി വന്ന് പെട്ടെന്ന് തന്നെ അവരെ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് തന്നെ എത്തിക്കും. കാരണം അവിടെ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ലൈഫിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ദാറ്റ് ദേ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ.
ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ. എത്രയും പെട്ടെന്നാണ് നമ്മൾ അവരെ അവിടെ എത്തിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോ ആ ആളുടെ ജീവൻ തന്നെ പോയിന്ന് വരും. അത് നമ്മൾ അവിടെ ഡിലേ കാണിച്ചാൽ, ലാഗ് ചെയ്താൽ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം ആക്സിഡന്റുകൾ നടക്കുമ്പോൾ ഹാർട്ട് അറ്റാക്സ് വരുന്നവരെ പെട്ടെന്ന് നമ്മൾ എത്തിക്കാനാണ് നോക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ആംബുലൻസ് വഴിമാറിയൊക്കെ കൊടുക്കേണ്ടി വരും നമ്മള്. അതിനാണ് അവർ ആ സൗണ്ട്, അതായത് അവരുടെ ആ ഒരു സൗണ്ട്, ഒരു സൈലന്റ് സൗണ്ട് ഇട്ടിട്ട് അവര് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് അവരുടെ വാഹനങ്ങൾ. ദാറ്റ് മീൻസ് അവരൊരു സിഗ്നൽ കൊടുക്കുന്നതാണ്. മുമ്പിൽ വരുന്ന വാഹനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ they have to give their way, അവർക്ക് വഴി കൊടുക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇൻസൈഡ് പേഷ്യൻസ് വളരെ എമർജൻസി സിറ്റുവേഷൻ, ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള പേഷ്യന്റ് ആണ്. ആൻഡ് they have to be reached to the hospital as soon as possible. എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥയുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇട്ട് പോണേ അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ കാഷ്വാലിറ്റി is the department where patients are brought in by an ambulance in emergency situations such as heart attacks, accidents or poisonous ആയിട്ടുള്ള കണ്ടീഷൻസിൽ. അങ്ങനെയൊക്കെ അവിടെ കൊണ്ടുവരാം. പോയിസണസ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ പാമ്പ് കടിയേറ്റതാകാം. ഇപ്പൊക്കെ കുറെ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും അവിടെ പാമ്പിനെ കണ്ടു, ഇവിടെ പാമ്പിനെ കണ്ടു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇടുന്നു. ഇതുങ്ങൾക്ക് പുറത്തൊക്കെ സ്ഥലമില്ലാത്ത കാരണം നമ്മുടെ വീട്ടിന്റെ അകത്തോട്ടൊക്കെ കയറാൻ തുടങ്ങി. അകത്ത് കോമ്പൗണ്ടിന്റെ ഉള്ളില്, അതിന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിലൊക്കെ അവർക്ക് സ്ഥലമില്ലേ. കാരണം ആളുകളൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വെട്ടിക്കളച്ചും ടൈലിട്ടും ഒക്കെ നിന്നപ്പോ അവർക്ക് സ്ഥലമില്ല പാർക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, എവിടെയെങ്കിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഒന്ന് വിളിച്ചിരുന്നിട്ട് നേരം കാണുമ്പോഴേക്കും എവിടെന്നെങ്കിലൊക്കെ കഴിച്ചു കയറി എവിടേക്കെങ്കിലും ഒക്കെ കയറി വരും. വണ്ടിയുടെ ഉള്ളിൽ ശ്രദ്ധിക്കണം. നമ്മളോടൊക്കെ പറയാറില്ലേ, ഹെൽമെറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വരുമ്പോ അത് വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. വണ്ടി അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോ, മുറ്റത്തൊക്കെ വെക്കുമ്പോ മറ്റേകൾക്ക് എവിടെയാണോ എന്താ പറയാ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് അന്വേഷിച്ച് ഇവരെവിടെയെങ്കിലും തള്ളിക്കയറിയിരിക്കും. അതുങ്ങൾക്കാണെങ്കിൽ ഇത്രയും നീളമൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ ചുരുണ്ടുകൂടി നന്നായിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ ഇടം നോക്കി ഇതുങ്ങൾ നടക്കും. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ അറിയില്ല. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ ധൃതിക്ക്, എല്ലാം നമുക്ക് ധൃതിയാണല്ലോ. നമ്മളിതൊന്നും നമുക്കിതൊന്നും കുറച്ച് ദിവസം എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കും, 1-2 ദിവസത്തേക്ക്. പിന്നെ വീണ്ടും നമ്മൾ പണ്ടത്തെ ചങ്കരൻ തങ്ങിയെ തന്നെ എന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അത് വിട്ടുപോകും. കാരണം നമ്മുടെ ബിസി ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് വേണ്ടാന്ന് വയ്ക്കും, മറന്നു പോകും അല്ലെ. മനഃപൂർവ്വം അല്ല, പക്ഷെ അതങ്ങനെ ആയി പോകുന്നതാ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ്. പിന്നെ മാത്രമല്ല പോയിസൺ, അങ്ങനെ വരുന്ന പോയിസൺ മാത്രമല്ല, സെൽഫ് ഹാം ചെയ്യും ചില ആൾക്കാർ അല്ലെ. എന്താ ആത്മഹത്യ, അതിന് വേണ്ടിയിട്ട് വിഷം കഴിക്കുക, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കടുക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോഴും ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്നും പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ എന്താ മരിച്ചോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും നമ്മൾ വേഗം എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ടാണ് ട്രീറ്റ്മെന്റ്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ചില ആളുകളെ വി ക്യാൻ മേക്ക് ദം ലൈവ് അല്ലെ, അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, ലൈവ് ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അതാണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്താണ്, കാർഡിയോളജി ആണ്. കാർഡിയോളജി is the medical science which deals with the problems of our heart, blood circulation അല്ലെ. ഹാർട്ടിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അത്തരം ആളുകൾക്ക്, പേഷ്യൻസിന് ചികിത്സ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. കാർഡിയോ, ഹാർട്ട് അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ഹാർട്ട് പ്രോബ്ലംസ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ, പേഷ്യൻസിനെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും കൊണ്ടുപോയി കാണിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ഡെർമറ്റോളജി ആണ്. ഡെർമറ്റോളജി, it is also another department which deals with the problems of our skin, hair, then എന്താണ് nails, cosmetic problems, venereal diseases, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ ചോദിക്കും എന്താണ് സ്കിൻ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഡെർമറ്റോളജി വിഭാഗം സ്കിന്നിന് വേണ്ടി മാത്രമാണെന്ന്. നമുക്ക് ചൊറിച്ചില് അല്ലെങ്കിൽ എന്താ പറയാ വല്ല മേത്തൊക്കെ വല്ല പാട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഡിസ്കളറേഷൻ, ഈ കളറിൽ മാറ്റം വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇന്നൊക്കെ പല പല പുതിയ പുതിയ രോഗങ്ങളാണ്. കളറ്, നമ്മുടെ സ്കിന്നിന്റെ കളർ മാറി വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും അല്ലെ. അപ്പൊ നമ്മൾ വേഗം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കൊണ്ടുപോകുക. പക്ഷെ ഇന്ന് they are providing varieties of treatment. ഇവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, സ്കിൻ ഡിസീസസ് മാത്രമല്ല എന്ന് പറയണേ. പിന്നെന്താ, ഹെയർ പ്രോബ്ലംസ്. കണ്ട, ഹെയർ പ്രോബ്ലംസ് ഇഷ്ടംപോലെ ഉണ്ട്. എന്താ പറയാ, ഹെയർ ഫോള്, ഹെയർ ലോസ്, പിന്നെന്താ പറയാ, അങ്ങനെ ഒത്തിരി ഹെയർ ഇഷ്യൂസ് ഒത്തിരി ഉണ്ട്.
അത്തരം കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. നെയിൽ പ്രോബ്ലംസ്, നമ്മളുടെ നഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നഖമായിട്ട് എന്താ പ്രശ്നം എന്ന് നമ്മൾ വിചാരിക്കും. ചില കുട്ടികളുടെയൊക്കെ നഖം ഒത്തിരി ഭയങ്കര വൈറ്റിഷ് കളറാണ്. ശരിക്കും പറഞ്ഞ ഒരു നല്ല ഒരു ഹെൽത്തി പേഴ്സന്റെ ഒക്കെ നഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു പിങ്കിഷ് റോസ് കളർ പോലെ ഇരിക്കുന്നതാണ്. അതിന് ഭയങ്കര വൈറ്റ് കളർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാകാം ഭയങ്കര കളർ വരിക. ചിലർക്ക് ഒട്ടും കളറില്ലാതെയും വരും. അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. അപ്പൊ അതൊക്കെ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഡെർമറ്റോളജിയിലാണ്. നെയിൽ പ്രോബ്ലംസ് കേട്ടാ, നഖത്തിന് ഉണ്ടായിട്ട്, പിന്നെ കുഴിനഖം എന്നൊക്കെ പറഞ്ഞ രോഗമൊക്കെ ഇല്ലേ, അതൊക്കെ കാലിനൊക്കെ വരുന്നത്. പിന്നെന്താ, പിന്നെ കോസ്മെറ്റിക് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഒത്തിരി കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട്, പല ക്രീമുകൾ മാറി മാറി തേക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീം തന്നെ ചില ആളുകൾക്ക്, എല്ലാവർക്കും സ്കിൻ ടൈപ്പ് ഒരുപോലെ ഇല്ലല്ലോ. സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ ചില കോസ്മെറ്റിക്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആകില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റി, അപ്പൊ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യാനായിട്ട് അതിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതിനെ എന്താ പറയാ, റെസിസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക് ഈ ഒരു ഡെർമറ്റോളജിയിൽ ഉണ്ട്. പിന്നെന്താ, വെനേറിയൽ പ്രോബ്ലംസ് ആണ് ഈ ലൈംഗികപരമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. എന്ന് വെച്ചാൽ രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, പ്രഗ്നൻസി ഒന്നും അല്ലാണ്ട് ഉദ്ദേശിച്ചത്, അതിന് വേറെ വിഭാഗമുണ്ട്. അതല്ല, ലൈംഗികപരമായിട്ടുണ്ടാകാവുന്ന ചില രോഗങ്ങളാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ. അത്തരം ട്രീറ്റ്മെന്റുകളും നമ്മുടെ ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജിയിൽ സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ്, നെയിൽ പ്രോബ്ലംസ്, കോസ്മെറ്റിക് പ്രോബ്ലംസ് ആൻഡ് ഓൾസോ വെനേറിയൽ ഡിസീസസ്. ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് തൊലി പോകുന്നതോ, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിനുള്ള സൊല്യൂഷൻസ് തേടാവുന്നതാണ്. And the next one is ENT, ear, nose, throat, which is related to our ear, nose, throat. ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസീസസും ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട, എന്ന് വെച്ചാൽ ഈ തൊണ്ട എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയുടെ അവിടെ ഉണ്ടാകുന്ന പല സാധനങ്ങളൊക്കെ ഉണ്ട്, ഓർഗൻസ് ഉള്ളിലുള്ള നെക്ക് ലിംഫ്, അതായത് നമ്മുടെ കഴുത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ഞരമ്പ് പോലത്തെ സാധനം, അതിനകത്ത് പല രോഗങ്ങൾ വരും. അതിങ്ങനെ തടിക്കും. ചിലപ്പോൾ അത് ട്യൂമേഴ്സ്, വെറുതെ ഹാംഫുൾ ആകാത്ത ട്യൂമേഴ്സ് ആയിരിക്കാം, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ അതങ്ങനെ വളർന്നതുകൊണ്ട് അബ്നോർമൽ ഗ്രോത്ത് പോലെ വന്നു, അല്ലാതെ വലിയ പ്രശ്നമില്ല. ചിലപ്പോൾ മേ ബി ക്യാൻസറസ്, അതായത് ചിലപ്പോൾ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള ട്യൂമേഴ്സും അങ്ങനെ അവിടെ എന്താ പറയാ ലിംഫിൽ എൻലാർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ENT-ല്. പിന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, വായ്, അതിന്റെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ, മൂക്കുമായും കണ്ണൊക്കെ ഏകദേശം ഓരോ പൊസിഷനിലൊക്കെ ഇരിക്കണമെന്നുണ്ടല്ലോ, നമ്മുടെ ഫേസിൽ ഓരോ സ്ഥാനമൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അതിന്റെ പൊസിഷനൊക്കെ തെറ്റി മാറിയോ, ആ സ്ട്രക്ചർ ഘടനയൊക്കെ മാറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നമുക്ക് ഈ ENT വിഭാഗത്തിലാണ് കിട്ടുക. ഓക്കെ ആണോ? ഇവിടെ വരെ മനസ്സിലായോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി ആൻഡ് ENT ആണ്. ഇതിനകത്ത് ഇത് നാലും മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തേ. ക്ലിയർ ആണ്? കാർഡിയോ, the department which handles the heart problems, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ നൽകുന്ന, ട്രീറ്റ്മെന്റ് നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ക്ലിയർ? ചോദിച്ചാൽ മനസ്സിലായോ? ഓക്കെ. ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടായോ? ഇനിയും ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ ഒരു നിവൃത്തിയുമില്ല. ഉണ്ടായില്ല. ഓക്കെ, വെരി ഗുഡ്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഈ ഒരു എന്താ പറയാ ക്ലാസ്സസ് ഇങ്ങനെ തന്നെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് അഗൈൻ ആൻഡ് അഗൈൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടും ഒത്തിരി പ്രാവശ്യം എല്ലാവരും ആണെന്നല്ല കേട്ടോ, കുറെ പേരത് നന്നായി കൺട്രോൾ ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ എന്താ പറയാ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻ ബിറ്റ്വീനിൽ ഇന്ന് രാവിലെ ഇത്രയും ക്ലാസ്സുകളിൽ കയറി ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞ് ഞങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും ഇരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് ചില ക്ലാസ്സുകളിൽ ഇതുപോലെ ഒരാൾക്ക് ഇങ്ങനെ അഡ്മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ എന്തോ വർത്താനാ എന്ന് പറഞ്ഞാൽ അവര് പല വീട്ടുകാരിയൊക്കെ പറയാണ്.
അപ്പൊ നിങ്ങൾ വർത്താനം പറഞ്ഞു നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ബട്ട് യു ഹാവ് ടു എൻഷുർ ദാറ്റ് യുവർ ഡിവൈസ് ഈസ് മ്യൂട്ട് പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ സംസാരിച്ചോ. ഇവിടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തും പോകാം, അവിടെയും പ്രശ്നമില്ല. പക്ഷെ ഇത് നമുക്ക് ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. മീൻസ് അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു ചെയ്യേണ്ടത് നിർബന്ധിതമായി ചെയ്യേണ്ടി വന്നു. ഒരിക്കലും ഇതൊരു വൺ മാൻ ഷോ കളിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അല്ലെ. പക്ഷെ നിങ്ങളുടെ റിയാക്ഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്തോളാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിള്ളേരുടെ സൗണ്ട് ഒക്കെ കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്. ഓക്കെ, നിങ്ങളും അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പറയുന്നതൊക്കെ കേൾക്കാൻ. നമ്മൾ പഠിപ്പിച്ച കാര്യം ഒരാള് തിരിച്ചിങ്ങോട്ട് അത് മറുപടി ആയിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് പറയുമ്പോ എത്ര സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളുടെ സംതൃപ്തി അവിടെയാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണ്ടേ അല്ലെ? എല്ലാവരും അത് മനസ്സിലാക്കണ്ടേ? അതായത് ഞാനിപ്പോ കുറെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് തുറന്ന് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 2-3 ഡിപ്പാർട്ട്മെന്റുകളെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. പക്ഷെ ഒരുപാട് കാര്യം പറഞ്ഞു, കാരണം ഈ ഇത്രയും മിനിറ്റുകൾ കൊണ്ട്. ഓക്കെ, പക്ഷെ അത്രയും പറഞ്ഞിട്ടും അത് പറയുമ്പോ നിങ്ങളിൽ നിന്ന് എന്താണ് ഇന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോ അത് നിങ്ങളുടെ സൗണ്ടിൽ നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കുമ്പോ വി ആർ സാറ്റിസ്ഫൈഡ്. ആ ഉത്തരങ്ങൾ കേൾക്കുമ്പോഴല്ല അവരത് മനസ്സിലാക്കി, പറഞ്ഞു, പഠിച്ചു അല്ലെ, അത് ക്ലിയർ ചെയ്തു അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് നമുക്ക് അവർക്ക് ഡിസ്റ്റർബൻസ് ആണെന്ന് ചില ആളുകൾ വീണ്ടും പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ആർക്കും പ്രശ്നമില്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോലെ പോട്ടെ. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂവില് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ ലാസ്റ്റ് ക്ലാസ് ഒക്കെ ഏകദേശം കുറെ ടോപ്പിക്സ് ഒക്കെ തീരാറാകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വേഗം ചെയ്തേ ഒരു കാര്യം പെട്ടെന്ന്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ചെയ്ത് വേഗം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ താഴെ ഔട്ട് പേഷ്യന്റ് സർവീസസ് എഴുതാം. ഇൻപേഷ്യന്റ് സർവീസസിന്റെ ആവശ്യമില്ല, അത് ആ സേവനങ്ങളാണ്, അവിടെ കൊടുക്കുന്ന സേവനങ്ങളാണ്. അതിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് വലുതായിട്ട് പഠിക്കുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ്. ഔട്ട് പേഷ്യന്റ് സർവീസസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ താഴെ എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഏന്ന് നമ്പർ ഇടാം. ഏന്നോ ഒന്നോ എന്തായാലും ഇട്ടാൽ മതി, ആസ് യു ലൈക്ക്. അല്ലെങ്കിൽ കുത്തിട്ടാലും ബുള്ളറ്റ് ഇട്ടാൽ മതി, അവിടെ കിടക്കുന്ന ബുള്ളറ്റ് ഇട്ടാൽ മതി. കാഷ്വാലിറ്റി എന്ന് എഴുതാം. കാഷ്വാലിറ്റി put a hyphen and write the department in which patients are brought in, brought B-R-O-U-G-H-T, brought in by an ambulance in an emergency situation, such as accidents, heart attack, poisonous situation, P-O-I-S-N-O-U-S, poisonous situation. Second one, ആർക്കെങ്കിലും നോട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. വെരി ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ് വൺ, കാർഡിയോളജി. ഹൈഫ്ലേറ്റഡ് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ്ലിംഗ് ചെറുതായിട്ട് നമ്മൾ ഒരു കുഞ്ഞു നോട്ട് പോലെ എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്, അതെന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടി. ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ്ലിംഗ് ഡിസീസസ് ഓഫ് ഹാർട്ട്. Department handling diseases of heart.
Next one. Dermatology. 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 Hyphenated either. The branch of medical science. The branch of medical science. Dermatology. Hyphenated either. The branch of medical science. Dealing with sound disturbance ഉണ്ടോ ഇപ്പോ എന്തെങ്കിലും? സൗണ്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ. ഡീൽസ് വിത്ത് സ്കിൻ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തു നിങ്ങൾ എല്ലാവരെയും. സ്കിൻ, ഹെയർ, നെയിൽസ്, NAILS, നെയിൽസ്, cosmetic problems, cosmetic, COSMETIC, cosmetic problems, venereal diseases, VENEREAL, venereal disease. Okay, next one, ENT, ear, nose, throat. Ear, nose, throat. Hyphenated either. The department which deals with the department which deals with the problems of ear, 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 nose, and throat. Okay. അപ്പൊ ഇയർ, നോസ്, ത്രോട്ട്, ENT വരെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് ഔട്ട് പേഷ്യന്റ് സർവീസസിന്റെ അകത്ത് ENT എന്ന് പറയുന്ന വിഭാഗം വരെയാണ് നമ്മൾ ജസ്റ്റ് അറിഞ്ഞത് എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന്. അപ്പൊ ഓരോ പേര് കേൾക്കുമ്പോൾ അത് ഇന്നതുമായി കണക്റ്റഡ് ആണെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ തന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ പറയാം, ഡാഷ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ വിച്ച് പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ബൈ ആൻ ആംബുലൻസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുക്കാം. ഏതാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ കൊണ്ടുവരുന്ന, ആംബുലൻസിൽ കൊണ്ടുവരുന്നു, എമർജൻസി സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സ്ഥലം അല്ലെ, കാഷ്വാലിറ്റി ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ചെറിയ ചോദ്യങ്ങൾ രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുമല്ലോ. അതിനാണ് അങ്ങനെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞത്. ബി ഏതായിരുന്നു? ബി കാർഡിയോളജി അല്ലേ. ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഹാർട്ട്. മതി. ബാക്കിയൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നേരത്തെ പറഞ്ഞതിനകത്ത് കണക്ട് ചെയ്തോ, സെന്റൻസ് കംപ്ലീറ്റ് ആക്കിക്കോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒറ്റ സെന്റൻസിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കണേ. നിങ്ങൾക്കാണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ അവിടെ വരെ പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അത് ഒന്ന് മറച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ആകണം, ഇന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക വേണം. ഓക്കെ. പിന്നെ ഈ തരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങളില്ലേ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാട്ടാ. അത് നിങ്ങൾക്ക് കുറെ ഗുണം ചെയ്യും. കാരണം നമ്മൾ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പൊ അതൊക്കെ എഴുതി വെച്ചാൽ പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകും. അപ്പൊ നിങ്ങൾക്ക് അതെങ്കിലും ഒക്കെ നന്നായിട്ട് കുറെ സമയം എടുത്ത് അത് പഠിക്കാനും പറ്റും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ഫുള്ളായിട്ട് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാം. ഓരോ ചാപ്റ്ററിന്റെ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ ദിവസം മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ. അതുകൂടാതെ നിങ്ങൾ അത് കഴിയുമ്പോൾ ആ ചാപ്റ്റർ ലാസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ, എന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞ എല്ലാ ടീച്ചേഴ്സിന്റെയും ചാപ്റ്റേഴ്സ് ഓരോന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്ത് ഒരുമിച്ച് ഒന്ന് പഠിക്കാനും നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാക്കി വെക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് എല്ലാം നോട്ടിൽ എഴുതി സൂക്ഷിക്കാൻ പറയുന്നത്. അതായത് ടീച്ചേഴ്സിന്റെ നോട്ടിന്റെ ഒന്നുകിൽ ബാക്കിൽ എഴുതിക്കോ. ടീച്ചേഴ്സ് തരുന്ന നോട്ട് ഒരു വശത്ത് എഴുതിയിട്ട് ബാക്ക് സൈഡിൽ കൂടി നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോ. അപ്പൊ കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ ആണോ? എന്തെങ്കിലും പറയാനൊന്നുമില്ലല്ലോ?
So shall I leave the class? Yeah. Hello. Yeah, ma'am. Okay, thank you. Thank you, ma'am. Bye. Take care. Thank you, ma'am.